Hi everyone, welcome to yet another session of Earnest Academy. കമ്പ്യൂട്ടർ അഥവാ IT മേഖലയിൽ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എങ്ങനെ ആ ഒരു എക്സാം 2026 എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ അലോങ് വിത്ത് നമുക്ക് എങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയല്ല ഈ വർഷം നടക്കുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ സെഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സെഷനിലോട്ട് നോക്കാം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് 2026 വരാനിരിക്കുന്ന എക്സാംസ്, അത് PSC മാത്രമല്ല RRB ആകാം അഥവാ വരുന്ന ബാങ്കിങ് IT മേഖലയിലെ എക്സാംസും നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നാണ് ആദ്യത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് എക്സാം പാറ്റേൺ അഥവാ സിലബസ് കമ്പാരിസൺ, അതായത് സിലബസ് എങ്ങനെയാണ് നമ്മളിപ്പം IT റിലേറ്റഡ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പരമായിട്ട് നമ്മൾ കുറേ കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്ത് പോകേണ്ടത് എന്നാണ് അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ എക്സാംസിലൊക്കെ തന്നെ കോമൺ സിലബസ് ഓവർലാപ്പുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില പോർഷൻസ് മിക്ക എക്സാംസിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. സോ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടണം. പിന്നെയുള്ളത് സ്റ്റഡി പ്ലാൻ ആണ്. ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വരും മാസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഈ എക്സാംസിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാം എന്നുള്ള ഒരു പ്ലാൻ ആണ് അടുത്ത സെഷൻ. പിന്നെയുള്ളത് എക്സാം പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. സോ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അതിനെ പ്രോപ്പറായിട്ട് അതിനെ എക്സാം അറ്റൻഡ് ചെയ്ത്, സോ നമുക്ക് കോൺസെപ്റ്റ് അറിയായിരിക്കാം, പക്ഷേ പ്രോപ്പറായിട്ട് എങ്ങനെ PYQ അല്ലെങ്കിൽ ഒരു MCQ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് അടുത്ത സെഷൻ. ആൻഡ് ഏതൊക്കെ റെഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അടങ്ങുന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഒന്നും കൂടെ വെൽക്കം ചെയ്യുന്നു. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് PSC ടെക്നിക്കൽ പോസ്റ്റിൽ വരുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആൻഡ് മത്സ്യഫെഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള IT റിലേറ്റഡ് തസ്തികളെ പറ്റിയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ആദ്യത്തേത് കാറ്റഗറി നമ്പർ 442/2025 അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech കമ്പ്യൂട്ടർ സയൻസ് IT, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MCA. സോ ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 460/2025 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MCA, BTech IT ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മത്സ്യഫെഡ് ആണ്. സോ മത്സ്യഫെഡിൽ പ്രധാനമായിട്ട് 3 തസ്തികകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് കോൾ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡെപ്യൂട്ടി മാനേജർ IT, കാറ്റഗറി നമ്പർ 268/2025 ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MCA, BTech IT ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ അവർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് 5 years എക്സ്പീരിയൻസ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസസ് ഓർ PSUs ഓർ രജിസ്റ്റേർഡ് PSUs. സോ ഒരു അഡീഷണൽ 5 years എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ് ഡെപ്യൂട്ടി മാനേജർ IT എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സെയിം മാനേജർ IT ആണ്. അതിനും ക്വാളിഫിക്കേഷൻ വരുന്നത് സെയിം തന്നെയാണ് വിത്ത് ഈ പറഞ്ഞ എക്സ്പീരിയൻസസ്. മത്സ്യഫെഡിലെ ലാസ്റ്റ് കാറ്റഗറിയാണ് 614/2025 അസിസ്റ്റന്റ് മാനേജർ IT ആണ്. അതിനും ക്വാളിഫിക്കേഷൻ വരുന്നത് MCA, BTech ഇൻ IT ഓർ CS അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. സോ എക്സാം സ്ലോട്ട് മെയ് ഓർ ജൂലൈ 2026 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിലേക്കാണ് എന്നാണ് ആസ് ഓഫ് നൗ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വരുന്ന സെഷൻസുകളിൽ അല്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയും മത്സ്യഫെഡിൻ്റെയും എക്സാം സ്ലോട്ട് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് മെയ് ടു ജൂലൈ 2026 എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് വി വിൽ സീ. രണ്ടാമത്തെ കാറ്റഗറി PSCയുടെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സോ കാറ്റഗറി നമ്പർ വരുന്നത്
884/2025 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ട്രേഡ്സ്മാൻ. ക്വാളിഫിക്കേഷൻ വരുന്നത് THSLC in the appropriate trade or SSLC plus NTC, KGC or VHSC in the appropriate trade. So ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എക്സാം സ്ലോട്ട് വരുന്നത്. ഈ വർഷം 2026 സെപ്റ്റംബർ ടു നവംബർ ഈ ഒരു തീയതികളിലേക്കാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് ഈ ഒരു എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോട്ട് ചെയ്ത് അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസിന് സമയമായി. അടുത്ത കാറ്റഗറി വരുന്നത് റെയിൽവേയുടെ ആണ്. റെയിൽവേ ടെക്നിക്കൽ ആൻഡ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ്. RRB JE 2026. സോ ഇത് 2 ഫേസിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് CBT phase 1 ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ phase 1 എന്ന് പറയുന്നത് 19-20 ഫെബ്രുവരി ആൻഡ് 3rd മാർച്ച് 2026 ആണ്. ഇത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഈവൻ ദോ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എങ്കിൽ പോലും ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ്. ഇതിൽ ക്വാളിഫൈ ആകുന്നവർക്ക് ടെക്നിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ അഥവാ IT റിലേറ്റഡ് മേഖലയിലെ ഉള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. കാരണം ടോപ്പിക്സ് ഒരു 70% ടോപ്പിക്സും കവർ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ CBT phase 2 എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. അത് CBT 1ൻ്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് കൺഫേം ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ ലെറ്റ് സി. സോ ഈ ഒരു CBT 2 ടെക്നിക്കൽ എക്സാം എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമുക്കൊരു റാങ്ക് സ്കോറിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ IT മേഖലയിൽ ജോലി ചെയ്തവർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ITയിൽ ഒരു നല്ല നോളജ് പ്രാവീണ്യമുള്ളവർക്കാണ് അതിലേക്ക് കൂടുതൽ സാധ്യതയുള്ളത്. സോ അതിനായിട്ട് നമുക്ക് ഈ ഒരു PSC എന്നതുപോലെ തന്നെ നമുക്ക് ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് നോക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഈ ഒരു RRB JE 2026 എന്ന് പറയുന്ന എക്സാം. അടുത്തത് ബാങ്കിങ് IT എക്സാംസ് ആണ്. 2026 ബാങ്കിങ് PO അല്ല, പകരം SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ട്. അത് IT സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ വേക്കൻസി ആണുള്ളത്. സോ ഇതും 2 ലെവലിലായിട്ടാണ് നടക്കുന്നത്, പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ്. So prelims as per the schedule 29th August 2026 ആണ്. മെയിൻസ് വരുന്നത് November 1, 2026 ആണ്. സോ 2 കാറ്റഗറി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ 2 ലെവലിലായിട്ടായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. സോ ഇതിനകത്ത് IT ഓഫീസർ ഉണ്ട്, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ഓഫീസർ സ്ട്രീംസ് ഉണ്ട്. സോ ഇതിലും ഞാൻ പറഞ്ഞതുപോലെ മോർ ദാൻ 70% എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ അതിലുള്ള പ്രാവീണ്യം നമുക്ക് നേടണം എങ്കിൽ സോ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള എക്സാംസ്, ഫോർ എക്സാമ്പിൾ PSC, RRB ആസ് വെൽ ആസ് ദിസ് ബാങ്കിങ് IT എക്സാംസ് നമുക്ക് ഒരു സിംഗിൾ സ്റ്റഡി പ്ലാൻ മതി. ഈ ഒരു 2026 നടക്കുന്ന ഇത്രയും എക്സാംസ് ആണ് ആസ് പെർ ദ ഷെഡ്യൂൾ നമുക്ക് നൽകിയിട്ടുള്ളത്. സോ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ 3 എക്സാംസിന് നമുക്ക് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മതി. സെപ്പറേറ്റ് സ്ട്രാറ്റജി വേണ്ട. ചിലതിന് കോർ നോളജ് വേണം, ചിലതിന് ഇൻഡെപ്ത് നോളജ് വേണം, ചിലതിന് ബേസിക് നോളജ് മതി. സോ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ കോമൺ സിലബസ് ഓവർലാപ്പ് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 എക്സാംസിനും കമ്പ്യൂട്ടർ റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. സോ 70% സിലബസും കോമൺ ആക്സസ് ആണ് എന്ന് പറഞ്ഞാൽ PSC, RRB, PSU അല്ലെങ്കിൽ ബാങ്കിങ് IT പോലെയുള്ള എല്ലാ എക്സാംസിലും 70% ഇവർ 4 പേരും ഷെയർ ചെയ്യുന്നത് തുല്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ടോപ്പിക്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ DBMS അതിൽ കോമൺ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കോമൺ ആണ്. സോ അതുപോലെ പല ടോപ്പിക്സും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? സോ നമുക്ക് ഒറ്റ പ്രിപ്പറേഷൻ മതി ഈ എക്സാംസ് എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ. കാരണം ഒരെണ്ണം പോയാലും വി വിൽ ഹാവ് ദ അതർ 3. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ നമുക്ക് സിലബസ് ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ C++ അല്ലെങ്കിൽ ഊപ്സ്, ജാവ ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ട കീ ഏരിയാസ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് C ആൻഡ് ഊപ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, പോയിന്റേഴ്സ്, ഊപ്സ് കോൺസെപ്റ്റ്സ്. സോ ഇതിൻ്റെ കീ ഏരിയാസ് നമ്മൾ
സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും കവർ ചെയ്യേണ്ട ഏരിയാസ് ആണ്. ഈ പറഞ്ഞ ബേസിക് പ്രോഗ്രാമിങ്ങിൽ ഷുവറായിട്ടും നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസ് ആണിത്. ഇത് ഈ പറഞ്ഞ 4 എക്സാംസിനും ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട, ഇറ്റ്സ് ഇനഫ്. അത് തന്നെ നമുക്ക് 4 എക്സാംസിനും യൂട്ടിലൈസ് ചെയ്യാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ട്രീ ആൻഡ് സോർട്ടിംഗ്. ഇത് PSCയിലും ബാങ്കിങ് ആയിട്ട് RRBയിൽ മാത്രമേ ഉള്ളൂ ഇത് ചോദിക്കാത്തത്. ബാക്കി പറഞ്ഞ 3ലും ഇത് ഈക്വലായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് DBMS. DBMSനകത്ത് ER മോഡൽസ് ഉണ്ട്, നോർമലൈസേഷൻ, SQL ആൻഡ് ട്രാൻസാക്ഷൻസ്. സോ ഇത് കീ ഏരിയാസ് ആണ്. സോ DBMSൻ്റെ പ്രത്യേകത ഈ സെയിം എല്ലാ എക്സാംസിനും. ഒരു എക്സാമിൽ പോലും DBMS ഒഴിവാക്കി ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. സോ DBMS എന്ന് പറയുന്ന ഒരു കോർ ടോപ്പിക്ക് തന്നെയാണ്. സോ ഒരു തവണ പഠിച്ചാൽ മതി, വി വിൽ കവർ ഇൻ ഓൾ ദ കമ്മിങ് എക്സാംസ്. നാലാമത്തേതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് പ്രോസസ്, ത്രെഡ്സ്, ഷെഡ്യൂളിംഗ് ആൻഡ് ഡെഡ് ലോക്ക്. ഇതാണ് കീ ഏരിയാസ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇതും എല്ലാ എക്സാംസിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ 2 ടോപ്പിക്ക് എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് വരുന്നതാണ്, മൊഡ്യൂൾസ് DBMS ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അടുത്തതാണ് 5ാമത്തേതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. OSI മോഡൽ, TCP/IP, റൗട്ടിംഗ് ആൻഡ് പ്രോട്ടോകോൾസ്. ഇതും എല്ലാ എക്സാംസിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. സോ അതൊരു ബാലികേറാമലയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് നമുക്കൊരു 2 hours സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. നമുക്ക് നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ പല ഉദ്യോഗാർത്ഥികൾക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടഫ് സ്റ്റേജ് ആയിട്ട് കേട്ടിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ പ്ലാനോട് കൂടി ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി ടാക്കിൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. 6ാമത്തേതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും RRBയിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ PSC, ബാങ്കിങ്, IT, PSU ഇതിലൊക്കെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അഥവാ SDLC, ഇതിലുള്ള ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണ്, മോഡൽസ്, ഏതൊക്കെ സോഫ്റ്റ്വെയർ മോഡൽസ് ഉണ്ട്, വാട്ടർഫോൾ മോഡൽ, അജൈൽ മോഡൽ, സോ ഏതൊക്കെ മോഡൽസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് അജൈൽ മെത്തഡോളജി. സോ ഇങ്ങനത്തെ കോർ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 7ാമത്തേതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. സോ നമ്മളൊരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള തസ്തികയാണെങ്കിൽ പോലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സ്, ഏതൊക്കെ ഗേറ്റ്സ് ഉണ്ട്, ആൻഡ്, ഓർ, നാൻഡ്, നോർ. സോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കോർ ഡെപ്ത് അല്ല, ബേസിക്സ് ആയിട്ടുള്ള എല്ലാ ഗേറ്റ്സിൻ്റെയും ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും വർക്കിംഗ് അറിഞ്ഞിരിക്കണം. 8ാമത്തേതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ. CPU, മെമ്മറി, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിയറി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് MCQs ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാർക്ക് കളയേണ്ടി വരില്ല. കാരണം തിയറി, ഈവൻ ദോ ഇറ്റ്സ് തിയറി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠനക്രമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സെക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതും ബാങ്കിങ് ITയിൽ ഉള്ള മൊഡ്യൂളല്ല, പകരം PSCയിലും RRB JEയിലും ഉണ്ടാവുന്ന മൊഡ്യൂൾ തന്നെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. സോ പ്രയോറിറ്റി നോക്കുമ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനാണ് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. പ്രയോറിറ്റി ഇൻ ദ സെൻസ് ക്വസ്റ്റ്യൻസ് പൊതുവെ കുറവ് ചോദിക്കുന്ന അതിൽ നിന്നാണ്. കൂടുതൽ ചോദിക്കുന്നതാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്, DBMS ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു മൊഡ്യൂൾ സെക്ഷനാണ് ഉള്ളത്. സോ ഇതിൽ നിന്നാണ് കൂടുതലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എല്ലാ എക്സാംസിനകത്തും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തത്. സോ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. സോ ഇനി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? സോ ഈ പറഞ്ഞ സബ്ജക്ട്സ്, ഈ പറഞ്ഞ ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ച ഇത്രയും സബ്ജക്ട്സിൻ്റെയും കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചത്. സോ ഈ കോർ സബ്ജക്ട്സ് എല്ലാം തന്നെ ആദ്യമേ ഫിനിഷ് ചെയ്യുക. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.
കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് അതിൽ നടക്കുന്നത്, ഓരോ മൊഡ്യൂൾസിനകത്തെയും ഓരോ സെക്ഷൻസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ. നമ്മളുടെ സ്ട്രാറ്റജിക്കകത്ത് ആദ്യം ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ഈ പറഞ്ഞ 9 മൊഡ്യൂൾസിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓരോ എക്സാമിൻ്റെയും നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ടാണ്. ഓരോ മൊഡ്യൂളിലും ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ്ഡ് ഓൺ ഈച്ച് എക്സാം. ഇപ്പം RRBയുടെ ഒരു ഫോർമാറ്റ് ആയിരിക്കില്ല PSCയുടെ ഒരു ഫോർമാറ്റ് ആയിരിക്കില്ല ബാങ്കിങ് IT. കാരണം നമുക്ക് ഒരു ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് എക്സാം പാറ്റേൺ നമ്മളതിനെ PYQ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഇംപ്രൂവ് ദ സ്പീഡ്. എല്ലാ PSC എക്സാംസ് ആയിക്കോട്ടെ, എന്ത് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, ഒരിക്കലും നമ്മളുടെ ഡീപ്പ് ഇൻ നോളജ് അളക്കാനുള്ള ഒരു എക്സാം അല്ല അത്. സ്പീഡ് പ്ലസ് ആക്യുറസി, അതാണ് അവിടെ നമ്മളുടെ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് തരുന്ന ഒരു 1 hour 30 minutes ആയിരിക്കും. നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ 100 ക്വസ്റ്റ്യൻസ് 90 minutesൽ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത് ആൻസർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു കാര്യം. സോ അത് ചെയ്യാൻ പറ്റിയാൽ നമ്മളവിടെ വിജയിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ചില കേസുകളിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെഷനിലോട്ട് വിസിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളൊരു ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു ഡീപ്പ് ഏരിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രോങ് പോയിന്റ് വരുന്നത് ചിലപ്പം ലാസ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ സെറ്റിലായിരിക്കും. സോ അത് കാണാൻ പോലും പറ്റിയില്ല, അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്നതാണ് നമ്മളുടെ തോൽവി അതിനകത്ത്. സോ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ആദ്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ എനിക്ക് മനസ്സിലായില്ല, അത് ലീവ് ചെയ്യണം അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. സോ നമുക്കൊരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ പോലും MCQ പ്രാക്ടീസിങ്ങിൽ ഒരു ഫാസ്റ്റ് റെഡിനെസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടത് എന്താണ്? പ്രാക്ടീസ്. കീപ്പ് ഓൺ പ്രാക്ടീസ്. 3 മെത്തേഡ്സ് ആണുള്ളത്: പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. സോ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് ടാക്കിൾ ചെയ്ത് കറക്റ്റായിട്ടുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്കോർ ഉണ്ട്, ഒരു കട്ട് ഓഫ് സ്കോർ, അതിലെത്താനായിട്ട് പറ്റത്തുള്ളൂ. സ്റ്റെപ്പ് 4 is മോക്ക് ടെസ്റ്റ്. സോ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കാം, SSCയുടെ ആയിരിക്കാം. സോ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഓപ്ഷൻസിനെ മാനേജ് ചെയ്യേണ്ടത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയണം. സോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു പ്രോപ്പർ ഐഡിയ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഇനിയും നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഫേസും കടന്നു പോകേണ്ടത്? ആദ്യം നമുക്ക് വേണ്ടത് ഫൗണ്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂൾസിലും ഒരു ടെക്നിക്കൽ ബേസ് നമുക്കുണ്ടായിരിക്കണം. അതായത് എന്തൊക്കെയാണ് അതിനകത്ത് ബേസിക് ആയിട്ട് ടെക്നിക്കലി നമ്മൾ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക്കിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഗ്രാമിംഗ്, ഡേറ്റാബേസ് ആൻഡ് ബേസിക് പ്രാക്ടീസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു 30 minutes ഓരോ മൊഡ്യൂളിലെയും പ്രാക്ടീസ് ചെയ്യണം. പ്ലസ് ഈ പറഞ്ഞ ടോപ്പിക്സ് പ്രോഗ്രാമിങ്ങിൽ C++ ആൻഡ് ഊപ്സ്, അതുപോലെ തന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഇതിൽ നമുക്കൊരു ടെക്നിക്കൽ ബേസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഫേസ് ഇസ് കോർ ടെക്നിക്കൽ. ഈ പറഞ്ഞ എല്ലാ എക്സാംസിലും ഹൈ വെയ്റ്റ് സബ്ജക്ട്സ് ഉണ്ട്. ഹൈ വെയ്റ്റ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാംസിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് ഉണ്ട്. ദാറ്റ് ഇസ് DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ ഈ ടോപ്പിക്സിൽ എല്ലാം തന്നെ നമുക്കൊരു ഹൈ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ പോലും ഒരു മിഡിൽ ലെവൽ പ്ലസ്, ഒരു ആവറേജ് പ്ലസ് നോളജ് ഉണ്ടായിരിക്കണം. സോ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ കോർ ടെക്നിക്കൽ പ്ലസ് നമ്മളുടെ എല്ലാ എക്സാംസിലും ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്ന എല്ലാ സബ്ജക്ട്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹാർഡ്വെയർ പ്ലസ് കംപ്ലീഷൻ. സോ ഹാർഡ്വെയർ എന്ന് പറയുന്ന മൊഡ്യൂൾസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. സോ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് കൂടുതലും തിയറിറ്റിക്കലാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് കുറച്ച് നമ്മളുടെ ഒരു ലോജിക്കൽ സ്കിൽസ്, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഗേറ്റ്സിൻ്റെ ലോജിക്ക് എങ്ങനെയാണ്, സോ അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതിൽ നമുക്കൊരു ക്ലീൻ നോളജ് ഉണ്ടായിരിക്കണം. ഒരു വേഗായിട്ടുള്ള ഒരു നോളജ് അല്ല നമുക്ക് വേണ്ടത്, ഒരു ക്ലീൻ, അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും വി ഹാവ് ദറ്റ് ഡീപ്പ് ക്ലീൻ നോളജ് ഉണ്ടായിരിക്കണം.
സോ ഇത് എന്ന് പറയുന്നത് PSC, PSU, RRB ടൈപ്പ് എക്സാംസിൽ ചോദിക്കുന്നതാണ്. ബാങ്കിങ് IT ഈ പറഞ്ഞ മേഖലകളിൽ വളരെ ലെസ് ഡെപ്ത് ആയിട്ടുള്ള നോളജ് മതി. ഓക്കെ, സോ വേണം ഐഡിയ, ബട്ട് ലെസ് ഡെപ്ത് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ചെയ്യാം. സോ ഇൻ ദ ലാസ്റ്റ് മോഡ് ഇസ് phase 4 എക്സാം മോഡ്. സോ എക്സാം മോഡിൽ എക്സാംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോളജ് ഉണ്ട്, ഇനിയും ബേസ്ഡ് ഓൺ ദറ്റ് എക്സാം വി ഹാവ് ടു ടാക്കിൾ. ദാറ്റ് മീൻസ് PSC ഫോക്കസ് ചെയ്യുന്നത് തിയറി ഡെപ്ത് പ്ലസ് പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻസ് ആൻഡ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. ഇതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. PSCയുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് തിയറിയിൽ നല്ല ഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ 1-2 ഓപ്ഷൻസ് തന്നിട്ട് ഏതെങ്കിലും ചിലപ്പോൾ കോമ്പിനേഷൻസ് ഓപ്ഷൻസ് കാണും. സോ ഇതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലിയർ തിയറി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PSCയുടെ പ്രീവിയസ് ഇയർ കമ്പ്യൂട്ടർ അഥവാ IT റിലേറ്റഡ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു സെക്ഷനാണ്. നെക്സ്റ്റ് ഇസ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. എല്ലാ കോൺസെപ്റ്റ്സിനെ പറ്റിയും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ PSCയിൽ നമുക്ക് ഒരു 2 hours റിവിഷൻ പ്ലസ് 1 hour PYQ പ്ലസ് 1 hour മോക്ക് ടെസ്റ്റ് ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് നമ്മളൊരു എക്സാം മോഡ് അനുസരിച്ച് നമ്മൾ നമ്മളുടെ നോളജിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് വി ഹാവ് ദ നോളജ്, ഇനി ബേസ്ഡ് ഓൺ ദ എക്സാം വി ഹാവ് ടു സ്വിച്ച് അവർ ക്ലാരിറ്റി അല്ലെങ്കിൽ സ്വിച്ച് അവർ സ്ട്രാറ്റജി. PSU ആണെങ്കിൽ കോർ ടെക്നിക്കൽ ഡെപ്ത് ആണ് നമുക്ക് വേണ്ടത്. PSCയിൽ ഒരു തിയറി ക്ലാരിറ്റി ആണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് കോർ ടെക്നിക്കൽ ഡെപ്ത് പ്ലസ് കോൺസെപ്റ്റ് ബേസ്ഡ് MCQ. എല്ലാ കോൺസെപ്റ്റ് ബേസ്ഡ് MCQs ആണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. ആൻഡ് സം ന്യൂമറിക്കൽ പ്രോബ്ലംസും PSUസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്, ഗേറ്റ് ലെവൽ ബേസിക് ക്വസ്റ്റ്യൻസ്. PSUവിൽ കൂടുതലും ഗേറ്റ് ലെവൽ, ഒത്തിരി ഡീപ്പ് അല്ലെങ്കിൽ പോലും ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. സോ ഗേറ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. PSC എന്ന് പറയുന്നത് നമുക്ക് ആക്യുറസി പ്ലസ് ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിൽ PSU എന്ന് പറയുന്നത് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സാം നമുക്ക് പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ PSC അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരിൽ ചിലർ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ചിലർ വർക്കിംഗ് ഉള്ളവർ കാണും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നവരുണ്ടാവും, അല്ല പാരലലി പാർട്ട് ടൈം ആയിട്ട് നോക്കുന്നവരും ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ വർക്കിംഗ് ആണ്, സോ നമുക്ക് ഡെയിലി കിട്ടുന്ന അവേഴ്സ് ഇസ് മിനിമം. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു 4 to 6 hours പെർ ഡേ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഇനിയും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു 2.5 തൊട്ട് 3 മണിക്കൂർ വരെ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, സോ നമുക്ക് എന്ത് എക്സാംസ് ആണെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ചു, ഓക്കെ നാളെ വിട്ടു, നെക്സ്റ്റ് ഡേ, അങ്ങനെ പറ്റില്ല. സോ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഒരു 1 hour, ഒരു മിനിമം 1 hour എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. സോ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു 2.5 hours എങ്കിലും മിനിമം കൊടുക്കാൻ പറ്റിയാൽ വി അച്ചീവ്ഡ് ഇറ്റ്. ഓക്കെ, സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ട്രിക്സ് കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡു നോട്ട് സ്റ്റഡി റാൻഡംലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഇവിടെ നിന്ന് കുറച്ച് പഠിച്ചു, അങ്ങനെ ഒരിക്കലും പഠിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എല്ലാ ദിവസവും സബ്ജക്ട്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു, നാളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അറിയില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും അറിയാത്തൊരു സിറ്റുവേഷനിലോട്ട് വരും. സോ റാൻഡമായിട്ടും അതുപോലെ തന്നെ ഫ്രീക്വൻലി സബ്ജക്ട്സ് ചേഞ്ച് ചെയ്തും പഠിക്കാതെ ഇരിക്കുക. ഒരു സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്തു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, ഓക്കെ മനസ്സിലായി, അത് പ്രോപ്പർലി എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കണം അടുത്ത സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട്. സോ ആസ് പെർ ദ പ്ലാൻ നമ്മളൊരു സൺഡേ ഒരു റിവിഷൻ, ആ ഒരു മൊഡ്യൂളിൻ്റെ ഒരു റിവിഷൻ പ്രാക്ടീസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ നമ്മൾ ഒരു 1 വീക്കും കൊണ്ട് ഒരു മൊഡ്യൂൾ പ്ലാൻ ചെയ്തു എന്ന് വിചാരിച്ചെങ്കിൽ ആ സൺഡേ ഓക്കെ അതിന് വേണ്ടിയുള്ള ഒരു റിവിഷൻ, സോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. സോ റിവൈസ് ചെയ്യുമ്പോൾ എന്താണ് റിവിഷൻ എന്ന് പറയുന്നത് ആണ് പഠിത്തത്തിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കുറേ പഠിച്ചു, പക്ഷേ പല ടോപ്പിക്കും നമുക്ക് ഓർമ്മയിലില്ല അല്ലേ. സോ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു 2 ടോപ്പിക്സ് പഠിച്ചു, അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. സോ അതിൽ കീപ്പ് ഓൺ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
എല്ലാ ടോപ്പിക്സും കഴിഞ്ഞിട്ട് PYQ സോൾവ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല നമ്മൾ എഴുതാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ക്ലാരിറ്റിയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അതിനകത്തൊരു 5 മാർക്ക് ഒരു എസ്സേ എഴുതുന്ന പോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളും കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് PYQ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു, എങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ആ കാര്യം ശ്രദ്ധിക്കുക. സോ ഹിയർ വി ഗോ. PSCക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു കമ്പ്യൂട്ടർ ഡൊമെയിനിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാം ഫെയിൽ ആയാലും വി ഹാവ് അതർ 3 അല്ലെങ്കിൽ വി ഹാവ് ദ അതർ 1 വി ആർ വെയിറ്റിംഗ് ഫോർ അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ളത്. സോ നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് റിമൂവ്സ് ദ ഫിയർ. ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാംസ് ദാറ്റ് ഷെയർ എ കോമൺ ഡൊമെയിൻ. സോ ഇവിടെ നമ്മളുടെ കോമൺ ഡൊമെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഡൊമെയിൻ ആണ്. സോ കമ്പ്യൂട്ടർ ഡൊമെയിനിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. സോ വരുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് വിൽ റിമൂവ്സ് ദ ഫിയർ ആസ് വെൽ ആസ് ഇംപ്രൂവ്സ് ദ സ്കോറിംഗ് ഇൻ അവർ എക്സാംസ്. സോ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസുകളാണ്. സോ നമ്മളുടെ ഒരു പഠിക്കാനുള്ളതിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ബൈ A. സന്തോഷ് കുമാർ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബൈ രഘു രാമകൃഷ്ണൻ ആൻഡ് ജോൺസ് ഗെർക്കെ, Operating System Concepts by Abraham, Computer Networks by Andrew S. Tannenbaum, Software Engineering a Practitioner's Approach by Roger S. Pressman, Web Technologies by Achyut S. Godbold. So നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു മൊഡ്യൂളിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. MCQന് വേണ്ടിയുള്ള റെഫറൻസ് ആണെങ്കിൽ എക്സാം വേദയുണ്ട്, PSC നെറ്റ് ഉണ്ട്, ജാവാറ്റി പോയിന്റ് ഉണ്ട്, സ്റ്റഡി ഫോർ ഷുവർ ഉണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ PSC എക്സാംസ് ആണെങ്കിൽ ഒഫീഷ്യൽ PSCയുടെ വെബ്സൈറ്റിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീസെൻ്റ് ആയിട്ടുള്ളതില്ലെങ്കിൽ പോലും കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് അല്ലാതെ തന്നെ വി ഹാവ് നമ്മളുടെ തന്നെ ബിഗ് ലേണിങ്ങിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന QR കോഡോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് MCA ആൻഡ് IT ബേസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പാകത്തിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബുക്കാണ്. സോ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബിഗ് ലേണിങ്ങിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. സോ വൈ ബിഗ് ലേണിംഗ്? എന്തുകൊണ്ട് നമ്മൾ ബിഗ് ലേണിംഗ് ചൂസ് ചെയ്യണം? സോ ഡെയിലി സ്റ്റഡി പ്ലാൻസ്, നമുക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻസ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അത് പഠിച്ചു ഇത് പഠിച്ചു എന്നതിലല്ല കാര്യം. വി ഷുഡ് ഹാവ് എ സ്റ്റഡി പ്ലാൻ. ഓരോ എക്സാംസ് വരുമ്പോഴും എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ആ എക്സാമിനെ എഴുതാൻ പോയെങ്കിൽ അത് കിട്ടത്തുള്ളൂ. അതിലാണ് നമ്മളുടെ സക്സസ് ഇരിക്കുന്നത്. സോ വി ഹാവ് ഡെയിലി സ്റ്റഡി പ്ലാൻസ്. വി ഹാവ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ കാണും. ഞാൻ ഈ പറഞ്ഞ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. സോ അവർക്ക് ചിലപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. സോ വി ഹാവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ. അതുപോലെ തന്നെ വർക്കൗട്ട്സ്, ഫ്രീക്വൻറ്റ് വർക്കൗട്ട്സ്. അതായത് നമുക്ക് നോളജ് ഉണ്ടായാൽ പോരാ, അത് പ്രോപ്പറായിട്ട് നമ്മളുടെ ആൻസേഴ്സിൽ വരണം. സോ അതിന് നമുക്ക് പ്രാക്ടീസ് വർക്കൗട്ട്സ് മാത്രമേ ഉള്ളൂ ഒരു സൊല്യൂഷൻ. ഓക്കെ, പ്രാക്ടീസ്. സോ അതിനു വേണ്ടിയുള്ള ഒരു വർക്കൗട്ട്സ് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സുകൾ തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഇസ് ഡെഡിക്കേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ, ക്ലാരിഫിക്കേഷൻസുകൾ, സോ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കും ഉള്ള ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആൻഡ് മെൻറ്റേഴ്സ്. നിങ്ങളുടെ പോരായ്മ കണ്ട് നിങ്ങളെ ബോൾഡൻ ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ സ്ട്രെങ്തൺ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സുകൾ, വേണ്ട പ്രിപ്പറേഷൻസ് ആയിരിക്കും നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. അതുപോലെ റാങ്ക് കിട്ടിയ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് നിങ്ങൾക്ക് പ്രോപ്പർ മെൻറ്റർഷിപ്പ് തരുന്നത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ യു ആർ ഇൻ ദ സേഫ് പ്ലേസ്. മോക്ക് ടെസ്റ്റ്.
ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മൊഡ്യൂൾ കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് മീൻസ് PYQs കാണും, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. സോ ഒരുവിധം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവേർഡ് ആവും. സോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും സ്റ്റാഫുകൾ നിങ്ങൾക്ക് വേണ്ടി ബിഗ് ലേണിങ്ങിൽ ഉണ്ടാവും നിങ്ങളുടെ സക്സസ് കാണാനായിട്ട്. സോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏണസ്റ്റ് അക്കാഡമിയുടെ പ്രീമിയം ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ ടിപ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനിയും കാണേണ്ടത് നിങ്ങളുടെ മുഖങ്ങളാണ് ഈ പോസ്റ്ററുകളിൽ. സോ നമ്മളും വെയിറ്റിംഗ് ആണ്. സോ എന്ത് കോൺടാക്ട്സിനും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ once again, thank you, and we will see you with yet another session. Thank you and have a nice day.